ഹല്ലേലൂയ, നിങ്ങളുടെ രോഗങ്ങളെ, നിങ്ങളുടെ ശാപങ്ങളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ശാപങ്ങളെ, നിങ്ങളുടെ രോഗങ്ങളെ, ഹല്ലേലൂയ, യേശുവിന്ന് എടുത്തു മാറ്റുന്ന ദേവസഭ. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ, യേശുവിന്റെ ഇതിനകത്ത് അക്ഷരാർത്ഥത്തിൽ യേശു ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കിയിട്ട് മകനെ, ഓ ജീസസ്, യേശു നിന്നെ തൊടുന്നു. ആമേൻ. ഓ ജീസസ്. നീ ആരാ, നീ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്നോട് ഇത് പറയാൻ യേശു പറയുന്നു. ഈ സമയത്ത് നിന്നെ പോലെ ഇതിനകത്ത് 7 പേര് സൗഖ്യമാവുന്നുണ്ട്. ഞാൻ കാണുന്നു ബ്രദറെ, നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു അവസ്മാരത്തിന്റെ ആത്മാവ് പുറത്തിറങ്ങുന്നു. ഈ മകനെ വിട്ട് അത് അഴിഞ്ഞു പോകുന്നു. ഇയാളോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരാ മോനെ? മോള ഭാര്യ. ഈ മകന്റെ ശരീരത്തിൽ നിന്ന് വിറയലുകൾ മാറിപ്പോകുന്നു, അവസ്മാരം അഴിയുന്നു, ആ ചങ്ങല പൊട്ടുന്നു, ശക്തി ഇറങ്ങുന്നു, ശക്തി അടിക്കുന്നു. അയാള് സൗഖ്യമാവുക. അയാളുടെ ശരീരം മുഴുവൻ യേശുവിന്റെ മഹത്വം ഇറങ്ങുക. ഒരുപാട് മക്കളുടെ മേൽ കർത്താവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കും. ആ നാമത്തെ ഒന്ന് വിളിക്കുക മാത്രം ചെയ്താൽ മതി. ഈ മുമ്പിൽ വന്നിരിക്കുന്ന രോഗികൾ, നിങ്ങൾ രോഗമുള്ള സ്ഥലത്ത് നിങ്ങളുടെ കൈകൾ വെച്ചോ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വെളിപ്പെടും, സൗഖ്യം വെളിപ്പെടും. പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒന്ന് ചെന്നാട്ടെ. ജീസസ്, ഈ ഓരോ മക്കളെയും കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. അവരുടെ രോഗവിവരങ്ങൾ അറിഞ്ഞെടുത്തോ. മുഴകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ശരീരങ്ങളിൽ നിന്നും സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ മകളെ കർത്താവ് സൗഖ്യമാക്കും. എന്നെ വിളിച്ചു മകളെ ഓടി വരിക. എന്താ നിന്റെ പേര്? ശ്രീദേവി. ശ്രീദേവി. ദേവി, ദേവി, ഞാൻ പറയുന്ന കേൾക്കുക. നീ ഇവിടെ നിന്നപ്പോൾ യേശു എന്നെ കാണിച്ചു. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഉരുളക്കിഴങ്ങിന് അത്രയും വലിപ്പമുള്ള വലിയ കട്ടി, വലിയ മുഴ. എന്താ വെച്ച് സംഭവിക്കുന്നത്? കുറെ വർഷങ്ങളായിട്ട് ഈ മകൾക്ക് ചെവിക്ക് അതിഭയങ്കരമായ വേദനയായിരുന്നു. വലിയ ശബ്ദം കേൾക്കാൻ മേല, ചൂടടിക്കാൻ മേല, വെയിലടിക്കാൻ മേല, അതിഭയങ്കരമായ വേദനയായിരുന്നു. എന്നാൽ ഈ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു ഈ മകളെ തൊട്ടു. ഇപ്പോൾ ഒരു വേദനയുമില്ല, സൗഖ്യമായെന്ന്. മോളെ, ശരിയാണോ ഈ പറയുന്നത്? ശരി തന്നെ. എത്ര വർഷമായിട്ട് നിനക്ക് വേദനയായിരുന്നു ഈ ചെവിക്ക്? ഓ മൈ ഗോഡ്. കരമടിച്ചോ യേശു. ഭയങ്കര സൗഖ്യങ്ങൾ നടന്നോണ്ട്. ബിജുബ്രദർ ഒന്ന് ഇറങ്ങിക്കാട്ടെ. ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. എത്ര നാളായി ദേവി മോഴ ദേവി ചുമക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷമായി. 5 വർഷം. എവിടെയാ ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നേ? എവിടെയാ ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നേ? ജനറൽ ഹോസ്പിറ്റൽ. ഏത് ഡോക്ടറെയാ കാണുന്നേ? ഡോക്ടർ കുരുവിള. ഡോക്ടർ ഈ മുഴ മാറാൻ എന്താ പറഞ്ഞിട്ടുള്ളേ? ഓ, നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിന്റെ കൈ എടുക്കുമ്പോ മുഴ അവിടുന്ന് അപ്രത്യക്ഷമാവുമെന്ന്? വിശ്വാസം. Oh, the power of Jesus. Oh, അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. അഴിയുന്നു. Oh, get out, get out, get out, get out, get out in Jesus name. 5 വർഷമായിട്ട് കുരുവിള ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന മുഴ അത് എടുത്തു മാറ്റുകയാണ് യേശുവിന്റെ കരം.
കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. എനിക്ക് ഉറപ്പാ ഈ മകൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പം തൊണ്ടയിൽ തൂങ്ങിക്കിടന്ന് ഞാൻ മുഴ കാണുകയില്ല, ആ മാംസപിണ്ഡം അവിടെ കാണുകയില്ല. യേശു അത് ചെയ്തു കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. മോനെ, സ്ക്രീനിൽ അത് സൂം ചെയ്ത് കാണിച്ചു. ആ മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. യേശു ദേവിയെ തൊട്ടിരിക്കുന്നു. ദേവി എഴുന്നേറ്റ് വാ, തപ്പ് ദേവി, ഇങ്ങനെ പിടിച്ച് തപ്പ് മോനെ, ഇങ്ങനെ പിടിച്ച്. അയ്യോ, ആശ്വാസമുണ്ട് കേട്ടോ, നല്ല ആശ്വാസമുണ്ട്. മുഴ അവിടെ ഉണ്ടോ? ഇല്ല ഇല്ല, ശരിക്കും നോക്ക്. എനിക്ക് നന്നായിട്ട് ഇല്ല ഇല്ല. കരമടിച്ചോ യേശുവിനെ സ്തുതിച്ചേ. മോനെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ. See the screen. യേശു ആ മകളെ തൊട്ടിരിക്കുന്നു. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തേ. ദേവി, ദേവിയുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഈ മുഴയുടെ കാര്യം അറിയാമോ? വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? ഭർത്താവ് വന്നിട്ടുണ്ടോ? എന്താ അയാളുടെ പേര്? വിജയകുമാർ ചേട്ടാ. വിജയകുമാർ ചേട്ടൻ എവിടെ? ഓടി വരിക വിജയകുമാർ, ഓടി വരിക വിജയകുമാർ. ഓ എന്റെ യേശുവേ, കരമടിച്ചൊന്ന് യേശുവിന്റെ നാമത്തെ ഒന്ന് സ്തുതിച്ച്. ആയിരങ്ങൾ ഓടിക്കൂടിയിരിക്കുന്ന ഈ ഗ്രൗണ്ടിൽ അനേകരുടെ മേൽ യേശുവിന്റെ കരം വന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിജയകുമാർ, ദേവി പറയുന്നത് ശരിയാണോ? ശരിയാണ്. വിജയകുമാർ ഇന്നും അത് കണ്ടിരുന്നോ? ഉണ്ടായിരുന്നു. നോക്കൂ വിജയകുമാർ. ഇല്ല, ഇപ്പോഴൊന്നുമില്ല. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു. ഇത് മനുഷ്യൻ ചെയ്തതല്ല, യേശു ചെയ്തതാണ്. ദേവി സന്തോഷത്തോടെ പോമോളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ അമ്മയ്ക്കും ഇതേ മൊഴിയുണ്ട്. വിളിക്കമ്മേ, വിളിക്കുമോളെ അമ്മേ. ഓ കരമടിച്ചോ യേശു. എന്താ പിച്ചുപറ സംഭവിക്കുന്നത്? ഓ 9 വർഷമായിട്ട് നട്ടല് പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. വലിയ സാക്ഷ്യം, വലിയ അത്ഭുതങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്താ റിച്ച് ബ്രദറെ? 9 വർഷമായിട്ട് നട്ടല് പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. തള്ളി നിൽക്കുന്നു. തൊട്ടാൽ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് തൊടുമ്പോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അറിയാമായിരുന്നു. അവിടെയായിരുന്നു. ഇപ്പൊ ബിജു ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചേ? തള്ളി നിപ്പില്ല. അമ്മയുടെ സന്തോഷം ഒന്ന് കണ്ടേ. യേശു ഇവിടെ വന്നിരിക്കുന്നു. കർത്താവിന്റെ കരം ഇവിടെ വ്യാപരിക്കുന്നു. റിച്ച് ബ്രദറെ, എന്താ സംഭവിക്കുന്നത്? 6 മാസമായി സിസ്റ്ററിന്റെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ആശുപത്രി കാണിച്ചപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവർ ഒന്നും ഇല്ലെന്ന് പറയുന്നു. പക്ഷെ സിസ്റ്ററിന് അതികഠിനമായ പ്രയാസമായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ച? പ്രാർത്ഥിച്ചപ്പോൾ തണുപ്പ് പോലെ തോന്നി. തണുപ്പ് വന്ന് അടിച്ചു. ഇപ്പൊ ആ പ്രയാസം അവിടെ ഇല്ല. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു. വലിയ വലിയ സൗഖ്യങ്ങൾ. ആ ബ്രദർ എന്തോ സാക്ഷ്യം പറയാനുണ്ട്. റിച്ച് ബ്രദറെ, ആ ബ്രദർ എന്തോ സാക്ഷ്യം പറയാനുണ്ട്. അഖിൽ ബ്രദർ വ്രതം വിട്ടിട്ട് പോയി ഇറങ്ങിയോട്ടെ. ജീസസ്. അമ്മ എത്ര വർഷമായി അമ്മയ്ക്ക് മോണിയുണ്ട്? 17 വർഷം കൊണ്ട്. ഇനി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഈ ഗ്രൗണ്ടിൽ ഈ ശുശ്രൂഷ കൂടാനായിട്ട് വന്നിരിക്കുന്ന ഒരു 4 പേരെ എനിക്ക് വേണം. ഇന്ന് ബ്രദറെ, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ആദ്യമായിട്ട് വരുവാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക്. വരീൻ, ഓടി വരീൻ. ഒരു 4 പേര് വരീൻ. ആദ്യമായിട്ട് വരണ ഒരു 4 പേര് വരീൻ. വേഗത്തിൽ വരീൻ. ആദ്യമായിട്ട് ഈ ശുശ്രൂഷ കൂടാൻ വരുന്ന ഒരു 4 പേര് വേഗത്തിൽ വരീൻ. ഓ ജീസസ്, ജീസസ്. ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളത് കാണണം. എന്നിട്ട് പ്രാർത്ഥിക്കുകയുള്ളൂ. മതി. ഇവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിക്കാട്ടെ അതെവിടെയാണെന്ന്. തൊട്ടോ? തൊട്ടോ? പിടിച്ച എത്രയുണ്ട്? കാണിക്കേ, കൈ കൊണ്ട് കാണിക്കേ. ഉണ്ട്. നിങ്ങളോട് വന്ന് കാണി. പിടിച്ചോ? ഉണ്ട്. എത്ര വർഷമായിട്ട് ഇതുണ്ടമ്മ? 17 വർഷം. കയറി വരൂ. കൈവെക്കൂ. തൊണ്ടയിൽ കൈവെക്കൂ.
Father, in the name of Jesus. Oh, ശക്തി അടിക്കട്ടെ. 18 വർഷം ഈ അമ്മ കൊണ്ടുവന്ന മുഴ ഇനി ഇവിടെ വേണ്ട. ഓ, നിങ്ങൾ മാറിക്കോ. ആ അമ്മയുടെ ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്നു. ഒരു നിഴൽ അവരുടെ ശരീരത്തിൽ നിന്ന് വീണഴിഞ്ഞു പോവാണ്. നിങ്ങൾ കണ്ടോണേ. Power of Jesus. Oh, ശക്തി. ഓ, കർത്താവ് തൊട്ട് കഴിഞ്ഞു. കരമടിച്ച് എന്താ അഖിൽപരനെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഈ സഹോദരി വളരെ പ്രയാസപ്പെട്ടാ വന്നത്. ഈ സഹോദരിയുടെ ദേഹത്ത് കൈവച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയൊരു ശക്തി ഈ സഹോദരിയുടെ മേൽ വന്നു. ഈ സഹോദരിയുടെ തലയിൽ തൊടുന്നതിന് മുമ്പ് തന്നെ ദൈവശക്തി അടിച്ചു സഹോദരി അങ്ങ് തെറിച്ചു പോയി. വരിക. എന്താ അമ്മയുടെ പേര് പറഞ്ഞേ? ലീല. നിക്ക്. ഈ ആദ്യം ഈ 17 വർഷം പഴക്കമുള്ള ഈ തൊണ്ടയിലെ മുഴ കണ്ട് കയ്യിൽ പിടിച്ച് നിങ്ങളാ പിടിച്ചല്ലേ? വരിൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ കൺവെൻഷൻ വരണതല്ലേ? ആദ്യമായിട്ട് തന്നെ. നിങ്ങൾ എവിടുന്ന് വരണത്? പട്ടിയൂർക്കാവ്. നമ്മൾ ഇവിടെ എല്ലാം മീറ്റിംഗ് നടത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല? ശരി, നോക്കി അതവിടെ ഉണ്ടോ നോക്കി. അമ്മ ലീല ഇങ്ങനെ പിടിക്കമ്മ. ഇല്ല, ഇവിടെ മുഴ ഇല്ല. നോക്ക്. ഇല്ല. വരിൻ. ഇനി ആരാ? നിങ്ങളല്ലേ തൊട്ട് നോക്കിയേ? ഇല്ല. അവരുടെ സന്തോഷം ഒന്ന് കണ്ടേ. നിങ്ങൾ ആദ്യം പിടിച്ചതല്ലേ? ലീല നോക്കമ്മ. ഇല്ല. ആരാ ഇത് ചെയ്തേ? യേശു. കരമടിച്ച നാമത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 3-ാം മൂട് വട്ടിയൂർക്കാവിൽ നടക്കുന്ന, തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് ഗ്രേസ് കമ്മ്യൂണിറ്റി TV.com എന്ന വെബ്സൈറ്റിലൂടെയും ഇതര ടെലിവിഷൻ ചാനലുകളിലൂടെയും പ്രഭാതത്തിലും രാത്രികളുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ആയിരങ്ങൾക്ക് കിട്ടുന്ന ഈ വലിയ ദൈവശക്തിയിലേക്ക്, വ്യാപരിക്കുന്ന ഈ വലിയ ദൈവകൃപയിലേക്ക് നിങ്ങൾക്കും വന്ദനം, നിങ്ങൾക്കും സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ ഇവിടെ വായിക്കുന്നു. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. യേശു പറയുന്ന വാക്കാണ്, മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്ന് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറയുവീൻ. ഓക്കെ, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറയുവീൻ. ചെവിയിൽ പറഞ്ഞു കേൾപ്പിച്ചത് പുരമുകളിൽ ഘോഷിപ്പീൻ. നമ്മുടെ കർത്താവായ യേശു മത്തായി 10 നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിന്റെ ഇതിവൃത്തം, മുഴുവൻ ആശയം. യേശു ശുശ്രൂഷയ്ക്ക് ശിഷ്യന്മാരെ അയക്കുമ്പോൾ 4 കാര്യങ്ങൾ അവരോട് ഇവിടെ പറയുന്നുണ്ട്. സഞ്ചിയും പൊക്കണോ വടി ഇവയൊന്നും കരുതണ്ട, ചെരുപ്പ് പോലും കരുതണമെന്നില്ല, കാരണം ഇവയെല്ലാം തരാൻ ഞാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെരുപ്പിടാതെ നടക്കുമെന്നല്ല. നിങ്ങളുടെ സഞ്ചി കൊണ്ടല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്, എൻ്റെ കരുതൽ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. 2 ഉടുപ്പ് എടുക്കണ്ട എന്നതിൻ്റെ അർത്ഥം ഉടുപ്പില്ലാതെ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉടുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വീട് വിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇനി വീട് ഉണ്ടാവുകയല്ലെന്നല്ല. അവിടുത്തെ ധനവാൻ AC റൂം പണിതിട്ടിട്ടുണ്ട് ഞാൻ നിനക്ക് താമസിക്കാൻ വേണ്ടി. അതാ പറഞ്ഞത്, ഒരു പട്ടണത്തിൽ ചെന്നാൽ ഒന്നും എടുക്കണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ട് ആ പട്ടണത്തിൽ യോഗ്യൻ ആരെന്നുണ്ടെന്ന് അന്വേഷിക്കുക എന്ന അടുത്തത് യേശു പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ അവിടെ യോഗ്യൻ ആരുണ്ടെന്ന് അന്വേഷിക്കുക. ഈ യോഗ്യൻ എന്നുള്ളിടത്ത് ഇംഗ്ലീഷിലെ പ്രയോഗങ്ങളും മലയാളത്തിലെ നാടൻ വാക്കുകളും പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹു ഈസ് വർത്തി, അവിടെ യോഗ്യൻ ആരുണ്ട് എന്ന് അന്വേഷിക്കുക. ഹു ഈസ് ഇൻ ഗുഡ് വെൽത്ത്, നല്ല ചിക്കളി കാശ് ജോർജ് കുട്ടിയൊക്കെ ഉള്ളവൻ ആരാന്ന് അന്വേഷിക്കുക. ഓക്കെ, അവൻ്റെ വീട്ടിൽ പോയി വന്ദനം ചൊല്ലേ, അവൻ്റെ ചെലവിൽ ആ നാട് സുവിശേഷീകരിക്കുക. ഇതാ കർത്താവിൻ്റെ അജണ്ട. കരമടിച്ച അജണ്ടക്കായിട്ട് സ്തോത്രം. ഞാൻ 100% വിശ്വസിക്കുന്നു, ധനവാന്മാരുടെ ധനം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. പണമുള്ളവർക്കായി സ്തോത്രം, വില കൂടിയ കാറുകൾക്കായി സ്തോത്രം, അത് മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാനുള്ളതാണ്. ഹല്ലേലൂയ. മണിമാളികകൾക്കായി സ്തോത്രം, ആ ദേശത്ത് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണത്. ഹല്ലേലൂയ. മണിമാളികയെ ഞാൻ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടല്ല കാണുന്നത്. മണിമാളികയെ ഞാൻ കാണുന്നത് അവസരമായി, ദൈവരാജ്യത്തിൻ്റെ അവസരമായി ഞാൻ കാണുന്നു. ഓക്കെ, യേശു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചയച്ചിട്ട് അവരോട് പറയുന്ന വാക്കാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. നിങ്ങൾ ആ വാക്യം പല പ്രാവശ്യം ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ പിന്നെയും അത് വായിക്കുന്നത് നല്ലതായിരിക്കും.
ഓരോ പട്ടണങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുവീൻ. 23-ാമത്തെ വാക്യം വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. പട്ടണങ്ങളിലേക്ക് ചെല്ലുവീൻ, വായിച്ചോ. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവീൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങൾ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗുരുവിന് മീതെ ശിക്ഷനില്ല. ഓരോ പട്ടണങ്ങളിലേക്ക് നിങ്ങൾ പോകുവീൻ, ഈ സുവാർത്ത നിങ്ങൾ പറയുവീൻ. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന സുവാർത്ത നിങ്ങൾ പറയുവീൻ. കർത്താവിൻ്റെ രാജ്യം വന്നിരിക്കുന്നു എന്ന സുവാർത്ത പറയുവീൻ. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു രാജ്യം വന്നിരിക്കുന്നു എന്ന സുവാർത്ത പറയുവീൻ. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സുവാർത്തയിലുള്ള ദൈവരാജ്യം അക്ഷരിക കണ്ണുകൊണ്ട് കാണുകയില്ല, എന്നാലും കുഴപ്പമില്ല, ഇന്നത് മറഞ്ഞിരിക്കുക. തൊട്ട് താഴത്തെ വാക്യമാണ് യേശു പറയുന്നത്, അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. 26-ാമത്തെ വാക്യം 10-ാം അധ്യായത്തിന്റെ 26. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും. എന്നോട് ചേർന്ന് ഇങ്ങനെ പറയുവാൻ പ്രേരണയുള്ളവര് ഉറക്കെ പറഞ്ഞാട്ടെ, മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും. ഹല്ലേലൂയ. ഇന്ന് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിയോഗം. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ നിയോഗത്തെ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തോ, കരമടിച്ച്. ആ നിയോഗം ഇതാണ്, മറച്ചു വെച്ചത് മുഴുവൻ വെളിപ്പെടുന്ന ദിവസങ്ങളാണിത്. എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിന്റെ അത്ഭുത വിടുതലുകളെയാണ് കാണാതെ വണ്ണം തേജസ്സിന്റെ സുവിശേഷത്താൽ ഈ വിടുതലുകൾ നടക്കാതെ വണ്ണം അവിശ്വാസികളുടെ കണ്ണിനെ കുരുട്ടാക്കി ദുഷ്ട സാത്താൻ മറച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുക, സാത്താനോ സാത്താന്റെ സേവക പ്രവർത്തകർക്കോ ഇതിനെ മറച്ചു വെക്കാൻ കഴിയുകയില്ല. അവരുടെ മറയുടെ സമയം കഴിഞ്ഞു. മറ നീങ്ങി കാര്യങ്ങൾ വെളിപ്പെടുവാനായി പോകുന്നു. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് ചേർത്തടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. അതുകൊണ്ട് ഈ മറച്ചു വെക്കുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്താ ഇവിടെ മറച്ചു വെക്കുക എന്നതിന്റെ ആശയം എന്നൊന്ന് വിശദീകരിക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പട്ടണത്തിൽ രാജ്യത്തിന്റെ സുവിശേഷവുമായി നിങ്ങൾ ചെല്ലുമ്പോൾ രാജ്യത്തിന്റെ സുവിശേഷത്തെ ചില വ്യക്തികളെ ഉപയോഗിച്ച് സാത്താൻ മറച്ചു വെക്കുവാനായി ശ്രമിക്കും. അതിന് പല അപവാദങ്ങളും പല ഉപദ്രവങ്ങളും അഴിച്ചുവിടും. ചിലപ്പോൾ പരീശന്മാരെ കൈകളിലെടുക്കും, ചിലപ്പോൾ പാപികളെ കൈകളിലെടുക്കും, ചിലപ്പോൾ ജാതികളെ കൈകളിലെടുക്കും. ആരെയെങ്കിലും ഒക്കെ കയ്യിലെടുത്ത് ഈ തേജസ്സിന്റെ സുവിശേഷത്തെ മറച്ചു വെക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ പരീശനോ ജാതികൾക്കോ രാജാക്കന്മാർക്കോ ഈ സുവിശേഷത്തിന്റെ ശക്തിയെ മറച്ചു വെക്കാൻ പറ്റുകയില്ല. കാരണം സുവിശേഷത്തിന്റെ സന്ദേശം ഈ രാജ്യത്തിലെ രാജാക്കന്മാർ കണ്ടുപിടിച്ചതല്ല, ഇവിടുത്തെ പരീശന്മാർ കണക്ക് കൂട്ടി ഒപ്പിച്ചെടുത്തതല്ല. ഇത് ആ രാജ്യത്തിന്റെ സന്ദേശമാകയാൽ എല്ലാ മറകളെയും പൊളിച്ച് ഈ സന്ദേശം പുറത്തു വരിക തന്നെ ചെയ്യും. കരമടിച്ച സന്ദേശത്തിനായിട്ട് ഒന്ന് മഹത്വം കൊടുത്തു. അത് തന്നെ ഇവിടെ നിങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവരെ ഭയപ്പെടേണ്ട. സുവിശേഷകന്മാർക്കെതിരെ അപവാദം പറയുന്നവരെ പേടിക്കണ്ട. അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ നീ ചെല്ലുമ്പോൾ നിനക്കെതിരെ അവിടെ ഒരു വാൾ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ പ്രത്യക്ഷമായി നോക്കുമ്പോൾ ദൈവമേ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഏതെല്ലാം അപവാദങ്ങൾ, ഏതെല്ലാം കിംവദന്തികൾ, ഏതെല്ലാം ഘട്ടങ്ങളിൽ, ഏതെല്ലാം വേളകളിൽ, ഏതെല്ലാം വ്യക്തികൾക്ക് നേരെ അസ്ത്രങ്ങൾ തവണ അസ്ത്രങ്ങൾ പോലെ തൊടുത്തുവിട്ടാലും അസ്ത്രങ്ങൾ മൊനയൊടിഞ്ഞ് താഴെ വീഴുകയുള്ളൂ. ആ അസ്ത്രങ്ങളൊന്നും നിന്റെ മേനി മുറിക്കുകയില്ല. കാരണം നീ രാജ്യത്തിന്റെ സുവിശേഷം പറയുന്ന രാജ്യത്തിന്റെ ദൂതുവാഹിയാണ്. രാജ്യത്തിന്റെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ മുഴുവൻ പ്രൊട്ടക്ഷനും പറയാൻ പോകുന്നവനുണ്ട്. ഹല്ലേലൂയ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപവാദിയായ സാത്താനും ആ സാത്താന്റെ ഏജന്റുമാർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. യേശു ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ നാടുവാഴി ആയിരുന്ന ഹെരോദാവ് അങ്ങ് ഇളകി. ഹെരോദാവിനെ പരീശന്മാർ പോയി ഇളക്കിയതാണ്. ഹെരോദാവിനെ പരീശന്മാർ പോയി ഇളക്കി. അന്ന് നാടുവാഴിമാർക്ക് വലിയ അധികാരമാണ്. പീലാത്തോസും ഹെരോദാവും ഒക്കെ ഒരുപോലെ നാടുവാഴികളായി നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹെരോദാവ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ യേശു
യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തരത്തിലും അവനെ ഇവിടെ പ്രസംഗിപ്പിക്കരുത്. അങ്ങനെ യേശു അവിടെ വന്നിട്ടുണ്ട്. അവനോട് പട്ടണം വിട്ട് അതിർത്തി വിട്ട് പോകാൻ ഹെരോദാവ് ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ യേശു ശിഷ്യന്മാരോട് ശിഷ്യന്മാരെ കേൾക്കെ ഹെരോദാവിന്റെ ഏജന്റുമാരോട് പോയി പറഞ്ഞു. ആ വാക്കിതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വാക്കറിയാം? ആ കുറുക്കനോട് പോയി പറ, ഞാൻ 3 ദിവസം ഇവിടെ കാണുമെന്ന്. ഹല്ലേലൂയ. കുറുക്കൻ എന്ന് ഇവിടെ പിടിച്ചത് ആരെയാണെന്നറിയോ? നാടുവാഴിയെയാണ്. ഹെരോദാവ് എന്ന് പറയുന്ന നാട്ടുരാജാവിനെയാണ്, ഗവർണറെയാണ് കുറുക്കൻ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ്. പീലാത്തോസിന് ക്രൂശിക്കാൻ അധികാരമുണ്ടെങ്കിൽ അതേ അധികാരം തന്നെ ഗവർണറാകുന്ന മറ്റേ ഹെരോദാവിനുമുണ്ട്. ഇവരെല്ലാം പ്രവശ്യകൾ തിരിച്ച്, കൈസർ എന്ന് പറയുന്ന രാജാവ് റോമിൽ രാജാവായിട്ടിരിക്കുമ്പോൾ പല പ്രദേശികൾ തിരിച്ച് ഓരോ പ്രദേശങ്ങൾക്കും ഗവർണർമാരെ നിയമിച്ച് ഗവർണർമാരുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ഹെരോദാവ് എന്ന് പറയുന്ന ഗവർണറെ നോക്കിയിട്ട് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഞാൻ ഇന്നല്ല നാളെയല്ല 3 ദിവസം ഇവിടെ കാണുമെന്ന്. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാം? ഇതിനെ മറച്ചു വെക്കാൻ ഒരു ഹെരോദാവിനും പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു പൊളിറ്റിക്സിനും ഇതിനെ തടയാൻ കഴിയുകയില്ല. ഒരു കക്ഷി രാഷ്ട്രീയങ്ങൾക്കും ഇതിനെ തടയാൻ കഴിയുകയില്ല. ഒന്നിനും ഇതിനെ തടയാൻ പറ്റുകയില്ല. കാരണം ഈ സന്ദേശത്തിനകത്ത് ഒരു ജീവനുണ്ട്. ആ ജീവന്റെ ശക്തി മറ നീക്കി ഇതിനെ പുറത്തു കൊണ്ടുവന്നിരിക്കും. പൗലോസ് പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, I am not ashamed of the gospel. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് പൗലോസെ, യഹൂദനാകുന്ന അങ്ങ് ക്രൂശ് എന്ന് പറയുന്ന ശാപവസ്തുവിൽ തൂക്കപ്പെട്ട യേശുവിൻ്റെ മാർഗത്തെക്കുറിച്ച് ലജ്ജിക്കാത്തത്? ക്രൂശിൽ തൂക്കപ്പെട്ട ഒരാളുടെ കാര്യം പറയും മുമ്പേ സകലരും മൂക്കത്ത് വിരൽ വെക്കുന്ന പതിവാണല്ലോ ഉള്ളത്, പ്രത്യേകിച്ച് യഹൂദന്മാർ. പക്ഷെ അങ്ങ് എന്താണ് ക്രൂശിൽ തൂക്കപ്പെട്ട യേശുവിൻ്റെ സുവിശേഷത്തെ ഇത്രയും തൻ്റെ ഇടത്തോടെ പറയുന്നത്? വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവല്ല, വിദ്യാഭുഗത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു നാടുവാഴി പൗലോസിനെ നോക്കി പറഞ്ഞത്. വിദ്യാഭുഗത്വമുള്ളവൻ, വിദ്യാസമ്പന്നൻ. എന്തുകൊണ്ട് സുവിശേഷം പറയുവാൻ പൗലോസെ അങ്ങക്ക് ലജ്ജയില്ല? ഓ, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അതിന്റെ കാര്യം വിളിച്ചു പറയുന്നു. സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കാത്തതിന്റെ കാര്യം, സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. അത് ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഹല്ലേലൂയ. ദൈവശക്തിയുള്ള ഈ സുവിശേഷത്തിനകത്തെ അത്ഭുതങ്ങളെ മറച്ചു വെക്കുവാൻ ഒരു ലോക്കൽ പിശാചിനും കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ അതിന് മേൽഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുകൾ ഭാഗങ്ങൾ വായിച്ചാൽ 10-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചാട്ടെ. അവിടെ യേശു പറയുകയാണ്, നിങ്ങൾക്ക് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. എൻ്റെ നാമം 22-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് പോകുകയും. നോക്കി, നിങ്ങൾ ആ വാക്യങ്ങൾ നോക്കിയാട്ടെ. 21-ാമത്തെ വാക്യം, സഹോദരൻ സഹോദരനെ അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും, അമ്മയപ്പന്മാരെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ പറയുന്നവയെല്ലാം വലിയ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം നോക്കി, എൻ്റെ നാമനിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും, അതും അവർക്കും ജാതികൾക്കും സാക്ഷ്യമാകും. നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുപോകും, പക്ഷെ നിങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾ വിചാരണയ്ക്ക് പോകുന്നത് സുവിശേഷത്തിന്റെ സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. കാരണം നിങ്ങൾ മോഷ്ടിച്ചിട്ട് തടവറയിൽ കിടക്കുന്നവരല്ല, ക്രമക്കേട് കാണിച്ചിട്ട് തടവറയിൽ കിടക്കുന്നവരല്ല, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരല്ല, സുവിശേഷത്താൽ പിടിക്കപ്പെട്ടവരാണ്. തുറക്കട്ടെ കാരാഗ്രഹങ്ങൾ സുവിശേഷത്തിന് വേണ്ടി. തുറക്കുന്ന കാരാഗ്രഹങ്ങൾക്ക് മുഴുവനുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഏതെങ്കിലും ഒരു കാരാഗ്രഹം സുവിശേഷകനെതിരെ തുറന്നിട്ടുണ്ടെങ്കിൽ ആ കാരാഗ്രഹത്തിനായി സ്തോത്രം. കാരണം കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടാൻ സമയമായി. ആ കാരാഗ്രഹത്തിന്റെ പ്രമാണി രക്ഷിക്കപ്പെടാൻ സമയമായി. അവനും കുടുംബവും കർത്താവിനെ സ്വീകരിക്കുവാൻ സമയമായി. റോമിലെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയാൽ ഓർത്തോ, കൈസറുടെ റോമിൽ അരമനയിൽ സഭ സ്ഥാപിക്കാനുള്ള സമയമായി. കരമടിച്ച് അപകടങ്ങളില്ല, നിങ്ങൾക്ക് അവസരങ്ങളേ ഉള്ളൂ. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന സന്ദേശത്തിനകത്ത് മറച്ചു വെക്കുവാൻ ആർക്കും ഒന്നും കഴിയുകയില്ല. ഞാൻ ആ വാക്യം പിന്നെയും വായിക്കാം. മറച്ചു വെച്ചതൊക്കെയും 26-ാമത്തെ വാക്യം അല്ലേ. അതുകൊണ്ട് അവരെ ഭയപ്പെടണ്ട, പേടിക്കണ്ട. അടുത്തിരിക്കുന്നവരോട് പറ, പേടിക്കണ്ട. അപവാദങ്ങളെ ഭയക്കരുത്, ആരോപണങ്ങളെ ഭയക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അതിനകത്ത് കറക്റ്റഡ് ആകാനുള്ള മേഖലകൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതിനപ്പുറത്ത് അപവാദങ്ങളെ ഭയക്കരുത്. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഉറച്ചു വിശ്വസിച്ച് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. നിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല. കർത്താവ് ഇവിടെ ഉറപ്പ് പറയാം, അവരെ ഭയപ്പെടേണ്ട. മറച്ചു വെച്ചത് ഒരു പക്ഷേ ഇന്ന് അവർക്ക് മറച്ചു വെക്കാൻ പറ്റിയേക്കാം, പക്ഷെ എന്നേക്കും അവർക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. മറച്ചു വെച്ചത്
ആ വാക്ക് മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും, കണ്ടോ, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും. അടുത്തത് ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. മറച്ചു വെച്ചത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ഇന്ന് മറഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷെ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്നും അത് മറഞ്ഞിരിക്കയില്ല, അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഗൂഢമായിട്ടിരിക്കുന്നതായിരിക്കും, കാണാൻ കഴിയാത്തവയായിരിക്കും, ഒരുപക്ഷെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തവയായിരിക്കും. ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നേ? സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ശക്തി എന്തൊക്കെ മറച്ചു വെച്ചോ അതിനെ മുഴുവൻ പുറത്തു കൊണ്ടുവരും. ഇരുട്ടത്ത് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. 27-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇരുട്ടത്തായത് നിങ്ങളോട് പറയുന്നേ. ഞാൻ ഈ പറയുന്ന സമയത്ത് അന്ധകാരമാണ് വാഴുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുവായി പിശാചാണുള്ളത്. എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആ സാത്താനെ ഞാൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടുവാനായി പോകുന്നു. അന്ന് ഇത് പറയാൻ ഞാൻ ഇവിടെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ ഇത് പറയാൻ കാണും. ഇന്ന് ഞാൻ നിങ്ങളോട് ഇരുട്ടത്ത് പറയുന്നത്, അന്ന് നീതി സൂര്യനാകുന്ന യേശു ഉദിക്കുമ്പോൾ നിങ്ങൾ വെളിച്ചത്ത് പറയുവീൻ. നോക്കാം വാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇരുട്ടത്ത് പറയുന്നത്, നിങ്ങൾ വെളിച്ചത്ത് പറയുവീൻ. ചെവിയിൽ പറഞ്ഞു കേൾപ്പിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പീൻ. ഇതാ ഞാൻ പറഞ്ഞേ, മറഞ്ഞിരിക്കയില്ല. ചെവിയിൽ കേട്ടത് വീടിന്റെ മോളിൽ കേൾക്കാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? ഗൂഢമായത് വെളിപ്പെടുവാൻ പോകുന്നു, മറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കുവാനായി പോകുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ഏതെങ്കിലും ഒരു കാര്യം മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതിനെ നോക്കി വിളിച്ചു പറയുക, അത് മറഞ്ഞിരിക്കയില്ല. സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതുകൊണ്ട് ആ മറം മാറി അതിനകത്ത് ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരത്ഭുതം. കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചു തുടങ്ങിക്കേ. ആരോടൊക്കെ വ്യക്തിപരമായിട്ട് യേശു ഇത് പറയാനായിട്ട് പറയുന്നു. മറച്ചു വെച്ചത് വെളിപ്പെടുക തന്നെ ചെയ്യും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, മറച്ചു വെച്ചത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് സുവിശേഷത്തിന്റെ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ നൈമിഷികമാകുന്ന വിഷയങ്ങളെ നോക്കി ഞാൻ പറയാം. ഇന്നൊരു പക്ഷെ നിങ്ങളുടെ ഭാവി മറഞ്ഞിരിക്കായിരിക്കാം. ഒരു ഭാവി വഴി ഇന്ന് കൺമുമ്പിൽ കാണുന്നില്ലായിരിക്കാം. അതിൻ്റെ അർത്ഥം എന്നേക്കും അത് മറഞ്ഞിരിക്കുമെന്നല്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. കർത്താവ് പറയുന്നു, അത് വെളിപ്പെടുക തന്നെ ചെയ്യും. പേടിക്കരുത്. ഈ മറഞ്ഞിരിക്കുന്നത് കാണുമ്പം പേടിക്കരുത്. അതാണ് അവിടുത്തെ വിഷയം. 26-ാമത്തെ വാക്യം തൊട്ടേ 26-ാമത്തെ വാക്യം. അവരെ നിങ്ങൾ പേടിക്കരുത്. മറച്ചു വെക്കാൻ പിശാച് ഉപയോഗിച്ചവരെ നിങ്ങൾ പേടിക്കരുത്. പേടിച്ചാൽ ആ മറ അവിടെ തന്നെ നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ അതിനെ നിങ്ങൾ പേടിക്കരുത്. മറച്ചു വെച്ചവരെ നിങ്ങൾക്ക് അറിയാതിരിക്കാം. അവരോട് പകരം ഒന്നും വീട്ടാൻ പോകണ്ട. ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 7 പറയാൻ നിങ്ങളൊന്നും പോകണ്ട. എഴുതുന്നവൻ എഴുതി കൈ കഴിക്കുമ്പോൾ എഴുത്ത് നിർത്തിക്കോളും. ഹല്ലേലൂയ. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ പുറകെ ഒന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ അവരെ പേടിക്കണ്ട. നിങ്ങളുടെ ശ്രദ്ധ യേശുവിലായാൽ മതി. സമയമാകുമ്പോൾ മറഞ്ഞിരിക്കുന്നവ മുഴുവൻ വെളിപ്പെട്ടു വരും. ഈ രാത്രി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരങ്ങളോട്, ലോക രാജ്യങ്ങളിൽ ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ പറയുവാൻ ഈ വാക്യത്തിനകത്ത് താല്പര്യമുണ്ട്? ഇല്ല, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് മറഞ്ഞിരിക്കയില്ല. എത്ര പേര് പറയും? പറയുന്നവർ മാത്രം ആ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. 2 കരങ്ങളെ പറയുന്നവർ മാത്രം ഒന്ന് ഉയർത്തിക്കാട്ടെ. അവർ മാത്രം ഒന്ന് ഉയർത്തിക്കാട്ടെ. എന്നിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നു, എന്റേത് മറഞ്ഞിരിക്കയില്ല. ദൈവമക്കളെ, നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുക. ധൈര്യത്തോടെ വിളിച്ചു പറയുക. അഭിഷേകത്തോടെ വിളിച്ചു പറയുക. 2 കരവും ഉയർത്തി വിളിച്ചു പറയുക. ആ ജോലിയുടെ നന്മ, ആ വസ്തുവിന്റെ നന്മ, ആ രോഗസൗഖ്യത്തിന്റെ അനുഭവം, എൻ്റെ മകനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത, എൻ്റെ മേലുള്ള ദൈവത്തിന്റെ വിശ്വസ്തത, എന്നോടുള്ള കർത്താവിന്റെ കരുണ, അത് മറഞ്ഞിരിക്കയില്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ വരേണ്ടിയ വഴി അത് മറഞ്ഞിരിക്കയില്ല. എൻ്റെ വസ്തുവിനകത്ത് നടക്കേണ്ടിയ കച്ചവടം അതിന് നീണ്ടു പോകയില്ല. അതിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി. ആരോടൊക്കെയോ യേശു പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. മറ നീക്കി സുവിശേഷത്തിന്റെ ശക്തി ആയിരങ്ങൾക്കിടയിലേക്ക് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. മറച്ചു വെച്ചതിനെ തുറന്നെടുക്കുന്ന ദൈവശക്തി വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുവാനായി തുടങ്ങുന്നു. ദൈവമക്കളെ, ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ സമയത്ത് തന്നെ
മറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ, മറച്ചു വെക്കപ്പെട്ടത്, ലോകം അടച്ചു വെച്ചത്, ഒരിക്കലും കാണുകയില്ലെന്ന് എല്ലാവരും പറഞ്ഞ് ഇല്ലാതാക്കിയത്, ഒതുങ്ങിയിരിക്കുന്നത്, അത് ഭാവി ആയിക്കോട്ടെ, അത് സൗഖ്യമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, തന്റെ ഇടത്തോടെ അതിനെ നോക്കി പറ, ഇത് മറഞ്ഞിരിക്കുന്ന കാലമല്ല, ഇത് വെളിപ്പെട്ട് വരുന്ന കാലം. അത് വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തി വീശിയൊന്ന് യേശുവിനെ, രണ്ട് കരം ഉയർത്തി വീശി യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയാൻ യേശു പറയുന്നു, നിങ്ങൾക്ക് കർത്താവ് ഒരുക്കിയത് മറച്ചു വെക്കാൻ ഒരു അന്ധകാരത്തിനും കഴിയുകയില്ല, അതിനെ അടയ്ക്കാൻ ഒരു പിശാചിനും കഴിയുകയില്ല. ആഹാ, എത്ര പേരത് വിശ്വസിക്കുന്ന അറിയത്തില്ല. നിങ്ങൾക്ക് ദൈവം ഒരുക്കിയതിനെ തടയാൻ, തടസ്സം സൃഷ്ടിക്കാൻ ഒരു കള്ള സാത്താനും കഴിയുകയില്ല. ദൈവം നിങ്ങൾക്ക് തുറന്നതാണോ നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു മന്ത്രവാദിക്കും അതിനെ തടയാൻ പറ്റുകയില്ല, ഒരു ആഭിചാരകനും അതിനെ തടയാൻ പറ്റുകയില്ല, ഒരു ശകുനവാദിക്കും അതിനെ തടയാൻ പറ്റുകയില്ല. കാരണം ദൈവം നിങ്ങൾക്ക് തുറന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നതാ. അതിനായിട്ട് കരം അടിച്ച് യേശുവിനെ സ്തുതിച്ചോ മക്കളെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ സമയത്ത് മറ നീങ്ങുന്നു. ഇന്ന് നിങ്ങൾ ആ വിഷയത്തിനകത്തേക്ക് ചെല്ല്. നിങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അടുത്ത ഫോൺ കോൾ അടഞ്ഞു എന്നല്ല, തുറന്നു എന്ന്. യേശുവിന്റെ നാമം ചെയ്യും. ഞാൻ ഈ വാക്കുകൾ നിന്നോട് പറയുന്ന സമയത്ത് എന്റെ മകനെ, അറബി നാട്ടിൽ വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുക. അങ്ങനെ പറയാൻ യേശുവിനോട് പറയുന്നു. അറബി നാട്ടിൽ വഴികൾ ദൈവം. ഈ മകന്റെ മേൽ ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. എന്നെ പിടിച്ചോണം. കർത്താവിന്റെ മഹത്വം അടിച്ചോണ്ടിരിക്കുന്നു. ഇറങ്ങുന്നു ദൈവശക്തി. ദൈവം നിന്നെ അയക്കുന്നു മകനെ. കർത്താവ് നിന്നെ അയക്കുന്നു. ഈ മകന്റെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഇറങ്ങി വരുന്നു. അവന് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കുക. അവന് വേണ്ടി യേശു സൈഡിലോട്ട് നിന്ന് പോകുമ്പോഴേ അവന് വേണ്ടി യേശു തുറന്നു നിൽക്കുക. ശക്തി ഇറങ്ങട്ടെ. ഈ ബ്രദറിന് വേണ്ടി മാത്രമല്ല, വിശ്വസിക്കുന്ന പലർക്കു വേണ്ടി ഹല്ലേലൂയ. എന്നും മറച്ചു വെക്കാൻ സാത്താന് കഴിയുകയില്ല, എന്നും മറച്ചു വെക്കാൻ മന്ത്രവാദിക്ക് പറ്റുകയില്ല. ഈ സമയത്ത് ലോകരാജ്യങ്ങൾ എന്നെ കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്കുറപ്പാ, ഇത് മറ നീക്കി വെളിപ്പെടുന്ന രാത്രി, ഇത് മറ നീക്കി വെളിപ്പെടുന്ന പ്രഭാതം. ഇന്ന് അവര് പോകുന്ന ഓരോ വഴികളിലും അവര് നന്മ അനുഭവിക്കട്ടെ. കാരണം വചനം ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ഇരുട്ടത്ത് ഇരുന്നത് വെളിച്ചത്ത് വന്നിരിക്കുന്നു. ചെവിയിൽ പറഞ്ഞു കേട്ടത് നിങ്ങൾ മാത്രം കേട്ടത് എല്ലാവരും കേൾക്കേ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. നന്ദി യേശുവേ. കരമുയർത്തി യേശുവേ നന്ദി എന്ന് പറഞ്ഞേ. രണ്ട് കരമുയർത്തിക്കാട്ടെ. യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. കണ്ണുകളെ തുറന്ന് യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ. ഈ വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കണ്ണ് തുറന്നിട്ട് ആ രണ്ട് കരം ഉയർത്തിക്കൊണ്ട് എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷത്തിന്റെ ദൈവശക്തി എന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി കഴിഞ്ഞു. ഇനി അത് മറഞ്ഞിരിക്കയില്ല. മറ നീക്കിയത് തുറന്നു കഴിഞ്ഞു. എപ്പോഴേ അത് തുറന്നു കഴിഞ്ഞു. ഞാനത് കൈകൊണ്ടെടുക്കാൻ, ചെവി കൊണ്ട് കേൾക്കാൻ, കണ്ണുകൊണ്ട് കാണാൻ റെഡിയായി കഴിഞ്ഞു. ഒരു അക്കരം ഉയർത്തി വീശി യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ,
യേശു എന്ന് നിങ്ങളോട് പറയുന്നു, ഇല്ല, അതിനെ മറച്ചു വെക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ശക്തിക്കും കഴിയുകയില്ല. നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. വിദേശത്തൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ വചനം വെച്ച് സ്തോത്രം പറഞ്ഞു. ഈ വചനം വെച്ച് സ്തോത്രം പറഞ്ഞു. അത് മറിഞ്ഞിരിക്കയില്ലെന്ന് പറ. അത് തുറന്നു വരിക തന്നെ ചെയ്യുമെന്ന് പറ. അത് എന്റേതാന്ന് പറ. അധരം കൊണ്ട് പറഞ്ഞ് ഏറ്റെടുത്തേ. അധരം കൊണ്ട് പറഞ്ഞ് ഏറ്റെടുത്തേ. അധരം കൊണ്ട് പറഞ്ഞ് ഏറ്റെടുത്തേ. അതെന്റേതാ. അത് അന്യാധീനപ്പെട്ട് പോവുകയില്ല. ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഉറക്കെ പറയും, ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റേതൊന്നും പറഞ്ഞ് തന്റെ അടുത്തോടെ പറഞ്ഞ്, എന്റേതൊന്നും മറയ്ക്കാൻ, അന്യാധീനപ്പെടുത്താൻ ഒരു പിശാചിനും കഴിയത്തില്ല. കാരണം ഇതെല്ലാം കർത്താവ് എന്റെ പേരിൽ എഴുതിയിട്ടിരിക്കുന്ന. എന്റെ പേര് കർത്താവ് എഴുതിയിട്ടിരിക്കുന്നു. ഞാൻ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരുത്തനും അത് മോഷ്ടിക്കാൻ പറ്റുകയില്ല. ആർക്കും അത് അപഹരിക്കാൻ കഴിയുകയില്ല. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? ഒരുത്തർക്കും അത് അപഹരിക്കാൻ കഴിയുകയില്ല. ഓ ഹല്ലേലൂയ. ഈ ഭാഗങ്ങളിൽ രോഗസൗഖ്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ ഭാഗങ്ങളിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. യേശു പറയുന്നു, ഇവിടെ വിശ്വസിക്കുന്നവരുടെ ഇടയിലേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണോ മറഞ്ഞിരിക്കുന്നത് അതിനെ നോക്കി ആധാരം കൊണ്ട് വിളിച്ചു പറ. വചനം പറഞ്ഞിട്ട് മറഞ്ഞിരിക്കുമെന്നല്ല. വചനം പറയുന്നത് മറഞ്ഞിരിക്കുമെന്നല്ല, വെളിപ്പെട്ടു വന്നിരിക്കുന്നുവെന്ന്. 28-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ ബ്രദറെ. 26-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, പേടിക്കണ്ട. മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം അടുത്ത വാക്യത്തിൽ യേശു പറഞ്ഞേ. നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾ കേട്ടത്, ഇരുട്ടത്ത് നിങ്ങൾ കേട്ടത്, ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത്. ഇരുട്ടിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇരുട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഉണ്ടെങ്കിലും വ്യക്തമായി കാണാൻ കഴിയുകയില്ല. ഉണ്ട്. ഇതാണ് യേശുക്രിസ്തുവിൽ ആണെന്ന് ചിന്തിക്കുന്നവരുടെ പോലെ അവസ്ഥ. യേശുക്രിസ്തുവിൽ നമുക്ക് സകലവും നൽകിയിരിക്കുന്നു. എല്ലാം യേശുക്രിസ്തുവിലുണ്ട്. കാൽവരി ക്രൂശിലെ ഏകയാഗത്താൽ നമുക്ക് സകലവും അവിടെ തന്നിരിക്കുന്നു. പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഇതിനെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ വാക്യം ശ്രദ്ധിച്ച് കേട്ടോ. ഇരുട്ടത്ത് വായിച്ചോ. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് എന്ത് ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറഞ്ഞോ, വെളിച്ചത്ത് പറവീൻ. അത് നിങ്ങൾ വെളിച്ചത്ത് പറയുവീൻ. അപ്പോൾ അത് അവിടെ എക്സിസ്റ്റഡ് ആകും. അതവിടെ ഉണ്ടാകും. ഞാൻ ഇന്ന് ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഓക്കേ, ഇനി അത് വെളിച്ചത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഇരുട്ടിന്റെ സമയം കഴിഞ്ഞു. ക്രൂശിൽ യേശു മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ പ്രഭു സാത്താനായിരുന്നു. എന്നാൽ ക്രൂശിൽ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം അവിടുന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പറ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെ അധികാരി ഞാനാണ്. എനിക്ക് തന്നിരിക്കുന്നു. ഇന്ന് ഭൂമിയുടെ അധികാരി നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് അന്ന് ഇരുട്ടത്ത് യേശു പറഞ്ഞതല്ല, ഇന്ന് കർത്താവിന്റെ മക്കൾ വെളിച്ചത്ത് പറഞ്ഞോണം. കർത്താവിന്റെ മക്കൾ വെളിച്ചത്ത് പറഞ്ഞോണം. അന്ന് ഇരുട്ടത്ത് യേശു പറഞ്ഞതെല്ലാം കർത്താവിന്റെ മക്കൾ വെളിച്ചത്ത് പറയണം. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലായില്ല? ഞാൻ പറയാം. യേശു അന്ന് സാത്താന്റെ ഇരുട്ട് വ്യാപരിച്ചപ്പം പറഞ്ഞ വാക്കാണ്, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. പക്ഷെ ക്രൂശിൽ യേശു എല്ലാം ചെയ്തപ്പോ ലോകത്തിലെ ഇരുട്ട് വെളിച്ചമായി മാറി. ഓക്കെ, ലോകത്തിന്റെ സത്യപ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. എന്നിൽ ഇരുട്ടില്ല. യേശു ആകുന്ന രാജാവ് ലോകത്തിൽ വന്നപ്പോ ഇരുട്ടിനെ തുരത്തി കഴിഞ്ഞു. പക്ഷേ ഇരുട്ടിപ്പോഴും വാഴുന്നത് ഏത് കെയർ ഓഫിലാണെന്നറിയോ? ഞാൻ ആ രാജാവ് എന്നുള്ള ചിന്തയിലാണ്. കാരണം ഇരുട്ടത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. 2 പ്രയോഗമുണ്ട് അവിടെ. ചെവിയിൽ പറഞ്ഞ് വായിച്ചോ വാക്ക് മോനെ, വായിച്ചോ വാക്ക്. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവീൻ. അടുത്തത്, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് രഹസ്യമായി.
പുരമുകളിൽ നിന്ന് ഘോഷിപ്പി. നിങ്ങളോട് മാത്രം പറഞ്ഞത്, ശിഷ്യന്മാരാകുന്ന 12 പേര് മാത്രം അറിഞ്ഞത്, വേറെ ആരും അറിഞ്ഞിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്തത്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പുരമുകളിൽ കയറി ഘോഷിപ്പീൻ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾ ഘോഷിക്കുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ എവിടൊക്കെ പോയി ഘോഷിക്കുന്നോ അവിടെ എല്ലാ അതിശയങ്ങളും നടക്കും. കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊടാനും പറ്റുന്ന തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. കാരണം എന്താണെന്നറിയോ? ഈ രഹസ്യം നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പുരമുകളിൽ ഘോഷിച്ചിട്ടില്ല എങ്കിൽ ഈ രഹസ്യം ലോകം അറിയത്തില്ല. ഇതറിയിക്കാൻ വിളിക്കപ്പെട്ടവർ നിങ്ങൾ മാത്രമാണ്. ഇതറിയിക്കാൻ കർത്താവ് കൂടെ ഇരിക്കുന്ന ഒരു ജാതി നിങ്ങൾ മാത്രമാണ്. ഓ, കരമടി യേശുവിന് മഹത്വം കൊടുത്തു. എനിക്ക് ഉറപ്പാ, അന്ന് ചെവിയിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇന്ന് ഞാൻ പരസ്യമായിട്ട് പറയുക ബ്രദറിനോട്. ഹാർട്ട് ബ്ലോക്കുകൾ തുറന്ന് സൗഖ്യമുള്ളവനാവുക. ഓ, ഈ മകന്റെ മേലെ യേശുവിന്റെ ശക്തി അടിക്കുന്നു. ശക്തി ഇറങ്ങുന്ന മകന്റെ മേൽ. അദ്ദേഹത്തിന്റെ ഹാർട്ടിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഉദാഹരണം പറയാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചത്. ഹാർട്ട് ബ്ലോക്ക് ആണ് പോകുന്നത്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, വീണ്ടും വേദനയാണ്. ഹാർട്ട് ബ്ലോക്കിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാ. ഓ മൈ ഗോഡ്, തീർന്നു കേട്ടോ, തീർന്നു, അത് കഴിഞ്ഞു കേട്ടോ. ഇതെന്താന്നറിയാം ഞാനിപ്പോ ചെയ്തേ? ചെവിയിൽ യേശു പറഞ്ഞത് പുരമുകളിൽ കയറി എന്ന് പറയുക. അക്ഷരാർത്ഥത്തിൽ വീടിന്റെ മേളിൽ കയറുക എന്നല്ല എന്റെ അർത്ഥം കേട്ടോ. രഹസ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരസ്യമായിട്ട് പറയുവേൻ. രഹസ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്നാന്നറിയോ? രോഗികളെ സൗഖ്യമാക്കുവേൻ. അത് പരസ്യമായിട്ട് നിങ്ങൾ പറ. അനേകർ നിങ്ങളുടെ കയ്യാൽ സൗഖ്യമാകും. ഓഫ്, ആ ട്രാവലറിന്റെ സൈഡിൽ നിൽക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. രജൻ ബ്രദറെ, ആ കുടുംബത്തെ ഇങ്ങ് കൊണ്ടുപോരെ, അവരെ 2 പേരെയും കൊണ്ടുപോരെ. ഒരു വലിയ ദൈവശക്തി. ഓ, ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാട്ടെ, ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാട്ടെ. അവിടെ നിന്നോണം, അവിടെ നിന്നോണം. കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, എന്നെ നോക്കൂ, ഞാൻ പറയുന്ന കേൾക്കൂ. ചെവിയിൽ പറയാൻ യേശു നിയോഗിച്ചത് ഞാൻ നിങ്ങളോട് പരസ്യമായി പുരമുകളിൽ ഘോഷിപ്പീൻ എന്ന് യേശു പറഞ്ഞ നിയോഗം ഞാൻ നിങ്ങളോട് പരസ്യമായി പറയുന്നു. സൗഖ്യമാവുക. ഓ, കർത്താവിന്റെ ശക്തി ആ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടോണം, ഈ മകന്റെ ശരീരത്തിൽ ദുരാത്മാക്കൾ അഴിയുകയാ. Get out, get out, get out, get out, get out. അഴിഞ്ഞിറങ്ങുകയാ പിശാച്. ആ രോഗത്തിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് അഴിഞ്ഞിറങ്ങുകയാ. ആ മകളെ കർത്താവ് തൊട്ടോണ്ടിരിക്കുന്നു. ജീസസ്, അവളുടെ മേലെ യേശുവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. അഴിയട്ടെ, 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 അഴിയട്ടെ. ഈ കുടുംബത്തിൽ ഇന്ന് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യുൽപാദനത്തിന്റെ ശക്തി ഈ കുടുംബത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുക, പക്ഷെ അതെന്നോട് കർത്താവ് പറയാൻ പറയുന്നു. പ്രത്യുൽപാദനത്തിന്റെ ശക്തി ഈ വീട്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മകളെ യേശു തൊടുന്നു. Touch of Jesus. Touch. ആ സ്പർശനം ആ മകളുടെ മേൽ നടക്കട്ടെ.
ശാപമേ അഴിയുക, 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 വിട്ടുപോവുക. സമയം കഴിഞ്ഞു. എഴുന്നേൽപ്പിച്ച ഈ ബ്രദറിനെ എഴുന്നേൽപ്പിച്ച മോനെ. മഹത്വം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങുന്നു ബ്രദറെ. നിങ്ങളെ ബ്ലഡിൽ യേശുവിന്റെ സ്പർശനം നടന്നു. യേശു എന്നോട് പറഞ്ഞ അതാ, നിങ്ങളുടെ രക്തത്തിൽ യേശുവിന്റെ സ്പർശനം നടന്നു. വിശ്വസിക്കാൻ കഴിയുമോ? കഴിയും കഴിയും. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാ അല്ലേ? അതെ അതെ. നിങ്ങൾ അവിടെ ഇരുന്നപ്പോഴേ യേശു ചൂണ്ടിക്കാണിച്ചു. ഓ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കർത്താവിന്റെ മഹത്വം ഇറങ്ങിയിരിക്കുക. ഞാൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാവും. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ശ്രദ്ധിച്ച് കേൾക്കാം. ഉള്ളി പൊളിച്ച വിഷയങ്ങളെ ഉള്ളു നിങ്ങളുടെ വീട്ടിൽ. പക്ഷെ എന്നും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ട് തമ്മിലടിയാ അല്ലേ? അതെ അതെ അതെ. ഇന്ന് ആ പിശാച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കർത്താവിന്റെ രക്ഷ, കുടുംബത്തിലേക്ക് സമാധാനം കയറുന്നു. എന്താ മകളെ നിന്റെ സാക്ഷ്യം? ഓ, ആദ്യത്തെ ദിവസം മഴയത്ത്. എത്ര വർഷമായിട്ട് ഡിപ്രഷന്റെ? 5 വർഷമായി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. എന്റെ പ്രിയരെ, വിഷാദ രോഗിയായി മുറിക്കകത്ത് ഒതുങ്ങുന്നവളായിരുന്നു ഇവൾ. ഇവിടെ കൺവെൻഷന് വരുന്നത് വരെ 1ാമത്തെ ദിവസം ഇവിടെ പെരും മഴ പെയ്തപ്പോൾ ഉള്ള മീറ്റിങ്ങില് അന്ന് അവിടെ വെച്ച് എനിക്ക് ഒരു ഗുളിക അടിക്കായിരുന്നു. ഗുളിക നിർത്തി ഞാൻ വീട്ടിൽ ചെന്ന്. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ശക്തിയൊക്കെ തോന്നി. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ഗുളിക നിർത്തി. 2 ദിവസം ഒരു പ്രശ്നം ഇല്ല. കരമടിച്ചോ യേശുവിനെ മഹത്വം. ഡിപ്രഷന്റെ, മാനസിക വിഭ്രാന്തി, ഡിപ്രഷന്റെ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ ബ്രദറെ, നിങ്ങൾക്ക് വേണ്ടിയായി കൺവെൻഷൻ വെച്ചേ. നിങ്ങളുടെ വീട്ടിൽ രക്ഷ വരാൻ വേണ്ടിയായി കൺവെൻഷൻ വെച്ചേ. കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. യേശു എന്ന രക്ഷിതാവ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുക. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്ത്. ഓ, യേശുവേ. ഓ, പലരുടെ മേലും മകളെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യേശു ഇപ്പോൾ നിന്നെ സ്പർശിക്കാൻ പോവാ. എഴുന്നേൽക്കൂ. ഇവിടെ ഇരുന്നപ്പം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ഗദ്ഗതം പുറത്തേക്ക് പോയി. എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ എന്ന്. അല്ലേ? അല്ലേ? അതെ അതെ. അത് യേശു കേട്ടു. അവന്റെ സ്പർശനം നിന്റെ മേൽ വരുന്നു. നിന്റെ 12ാമത്തെ വയസ്സ് മുതൽ നിന്നെ പിന്തുടരുന്ന ഭയത്തിന്റെ ദണ്ഡനങ്ങൾ നിന്റെ മേൽ നിന്ന് അഴിഞ്ഞു പോകുന്നു മകളെ. ഓ, ഈ മകളെ യേശു വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ശക്തി ഇവളുടെ ശരീരത്തിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാപരിക്കട്ടെ. അഴിയട്ടെ. ഈ മൺകൂടാനത്തിനകത്തേക്ക് ഫ്ലോറി എന്റെ അടുക്കിലേക്ക് തള്ളിപ്പിടിക്കണം കേട്ടോ. വലിയ വിടുതലാണ് ഈ മകളുടെ മേൽ സംഭവിക്കുന്നത്. വലിയ വിടുതലാണ് ഈ മകളുടെ മേൽ സംഭവിക്കുന്നത്. സംഭവിക്കട്ടെ. എന്തെല്ലാം യേശു ചെവിയിൽ പറഞ്ഞു അത് മുഴുവൻ എന്തെല്ലാം യേശു ചെവിയിൽ പറഞ്ഞു അത് മുഴുവൻ പുരമുകളിൽ ഘോഷിക്കുന്ന ദിവസങ്ങളായിട്ട് ഇടതടവില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ചെവി പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുക. ചെവി പറഞ്ഞു പുരമുകളിൽ ഘോഷിക്കുക. ചെവി പറഞ്ഞത്. ബ്രദറെ, ഈ സമയത്ത് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു എനിക്ക് പ്രേരണ തരുന്നു. ആ വിഷയം ഞാൻ പറയാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോ. 1, 2, 3 തലമുറയിൽ മാനസിക
വിഭ്രാന്തിയുള്ളവർ. ഭ്രാന്ത് അപ്പനുണ്ട്, മകനും മകൾക്കുമുണ്ട് എന്ന ക്രമത്തിൽ തേർഡ് ജനറേഷനിലേക്ക്, മൂന്നാം തലമുറയിലേക്ക് പിന്തുടരപ്പെടുന്ന മാനസിക രോഗത്തിന്റെ ആത്മാക്കൾ ഇന്ന് ഈ ഗ്രൗണ്ടിൽ നിന്ന് അഴിഞ്ഞളകുന്നു. 11-ലധികം കുടുംബങ്ങൾ ഈ കെട്ടുപാടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇതതിലൊന്ന. അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഇപ്പോൾ അത് അഴിയാൻ തുടങ്ങും. വോളണ്ടിയേഴ്സ് അവിടെ ഇവിടങ്ങളിൽ തയ്യാറായി നിന്നോണം. അവരുടെ മേൽ നിന്ന് പിശാചുക്കൾ അഴിയാൻ തുടങ്ങും. ഇനിയും 10 കുടുംബങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ആരും ഇപ്പൊ എഴുന്നേക്കണ്ട. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചോ. ഇപ്പൊ കണ്ടോണം, അതിൻ്റെ അകത്ത് റിവീലാവും. നിലവിളിച്ച ദുരാത്മാക്കൾ പുറത്തു വരും. ആ ഇരിപ്പിടങ്ങൾക്ക് ഇനി ഇരിക്കാൻ അധികാരമില്ല. ആ വേരുകൾ ഇപ്പൊ പറയും. നിങ്ങൾ ആരെയും നോക്കിക്കൊണ്ടിരിക്കണ്ട. കണ്ണുകളെ അടച്ചോ. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ആ വലിയ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പുറത്താക്കുന്ന ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഭ്രാന്തിയുടെ പേരിലുള്ള കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. അവർ ഇരിക്കുന്ന കസേരകളിൽ നിന്ന് ചുറ്റി വലിച്ചെറിയുന്ന പോലെ അവർക്ക് അനുഭവപ്പെടാൻ പോകുന്നു. അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന പോലെ അവർക്ക് അനുഭവപ്പെടാൻ പോകുന്നു. അതിന്റെ സമയമായി. ശരീരങ്ങളെ അഴിയുക, സ്വസ്ഥമാവുക. മാനസിക വിഭ്രാന്തികളെ, പല കുടുംബ വേരുകളിൽ പിടിച്ചു ബന്ധിച്ച് ഉലച്ചു വെച്ചിരിക്കുന്ന കുടുംബങ്ങളെ ഇറങ്ങി പൊട്ടി പുറത്തു വാ. ചങ്ങലക്കിടത്തക്ക നിലയിൽ കെട്ടിയിട്ടിരിക്കുന്ന മാനസിക അവളുടെ മേൽ നിന്ന് കെട്ടഴിയുന്നു. അഴിയുന്നു. ഫസ്റ്റ് വൺ പുറത്തിറങ്ങുന്നു. അഴിയുന്നു. അതാ ശരീരത്തിൽ നിന്ന് ഇറങ്ങട്ടെ. അഴിയുന്നു. അവൾ നോക്ക്. അത് അഴിയുകയാ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സമയമായി. ഓരോന്നോരോന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുക. 10 കുടുംബങ്ങളിൽ നിന്ന് ഇതിന്റെ കൂടെ ആ പേര് പറയും. 10. നിങ്ങളൊന്ന് കണ്ടേ, ആ ദുരാത്മാവ് അഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ തലയിലോട്ട് കൈവച്ചോ. അഴിയുന്നു. എന്റെ വോളണ്ടിയേഴ്സ് അതിവേഗത്തെ തയ്യാറാവുക. 10 കുടുംബ വേരുകളിൽ നിന്ന് അതിന്ന് പറയുകയാണ്. പത്ത് കുടുംബ വേരുകൾ. വെയിറ്റ്. എത്ര വർഷം? 40 വർഷത്തെ മാനസിക വിഭ്രാന്തി 2 തലമുറകൾക്ക് കൈമാറ്റം ചെയ്തത് വേര് സഹിതം പറയുന്നു. നമ്പർ 2 ഇതാ നോക്കിക്കോ. ഇനി 9 എണ്ണം ഇവിടെ അഴിയും. കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞു. 11 കുടുംബങ്ങളിൽ നിന്ന് മാനസിക വിഭ്രാന്തിയുടെ വേരുകൾ എന്ന് പറയും. അടുത്ത തലമുറയിലേക്ക് അത് പോകത്തില്ല.
മൂന്നാം മൂടിൽ യേശു വന്നത് ഭ്രാന്തന്മാരെ സൗഖ്യമാക്കാനാ. ആ കുടുംബം രക്ഷപ്പെട്ടു. കരമടിച്ചവർക്കായിട്ട് യേശുവിന് മഹത്വം കൊടുത്തു. കരമടിച്ച് യേശുവിനെ സ്തുതിച്ചു. മാനസിക വിഭ്രാന്തികൾ, അതിന്റെ വേരുകൾ പറഞ്ഞു പറഞ്ഞ് പുറത്തു വരട്ടെ. പറഞ്ഞു പറഞ്ഞ് അത് പുറത്തു വരട്ടെ. ഇത് കർത്താവിന്റെ നിശ്ചയിക്കപ്പെട്ട യേശുവിന്റെ നിശ്ചയിക്കപ്പെട്ട സമയമാണ്. കരമടിച്ച് കണ്ണുകളെ അടച്ച് സ്തോത്രം ചെയ്തു. ആ ഓറഞ്ച് സാരി ഉടുത്തിയ മകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഓ, അവരുടെ മേൽ യേശുവിന്റെ സ്വാതന്ത്ര്യം വന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആ വീട്ടിലേക്ക് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ പിടിച്ചോണം, പൊങ്ങിത്തെറിക്കും. വലിയ വിടുതല വീട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഇളകുന്നു, ഇതാ ഇളകുന്നു, ഇതാ ഇളകുന്നു. നിങ്ങൾ കണ്ടേ, ഇതാ ഇളകുന്നു, ഇതാ ഇളകുന്നു, ഇതാ ഇളകുന്നു. അഴിയട്ടെ, ആ വേര് പറയട്ടെ. ബ്രോബ്രർ സൈഡിലോട്ട് മാറി എന്ന് പ്രാർത്ഥിച്ചേ. ആ വീട്ടിൽ നിന്ന് അത് പൊട്ടുവാൻ മുറുക്കെ പിടിച്ചോണം. തെറിക്കും ആ ശരീരം. എഴുന്നേൽപ്പിച്ചോ. അതിന് വലിയ വിടുതല മകളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നുകൊണ്ട് വേര് പറയുക. കൈവച്ചോ, അഴിയുക. അത് ദണ്ഡിപ്പിച്ചത് മതി. ശാപവേരുകൾ, ഭ്രാന്തിന്റെ ദുരാത്മാക്കൾ ഇളകി അഴിയുന്നു, ഇളകി അഴിയുന്നു, ഇളകി അഴിയുന്നു. ഇപ്പോൾ തന്നെ കണ്ണുകളെ അടച്ച് കരമടിച്ച് യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ആ മകളെ യേശു വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. 8 വീടുകളും കൂടെ ഇപ്പോൾ ഇവിടെ സ്വതന്ത്രമാകുന്നു. 8 വീടുകളുടെ ഇപ്പോൾ സ്വതന്ത്രമാകുന്നു. കരമടിച്ച് അതിനായിട്ട് കർത്താവിന് മഹത്വം കൊടുത്തു. ആ വേരുകൾക്ക് ഇനി വീടുകളിൽ അവകാശമില്ല. ദാണ്ടെ ആ വീട്ടിൽ നിന്നത് പൊട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. ആ വീട്ടിൽ നിന്ന് അത് അഴിയുന്നു. അതിനെ പിടിച്ചോണം. അവരുടെ വീട്ടിൽ നിന്ന് അത് പൊട്ടുന്നു. ആ വേര് പൊളിയുന്നു. ശാപങ്ങൾ ഒഴിയുന്നു. മന്ത്രവാദങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ദാണ്ടെ ആ മകളെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. പുറകിൽ വലിയ വിടുതൽ മകളുടെ മേൽ യേശു അയച്ചു. യെസ് 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 യെസ്. ആ തല കൈവച്ചു. ആ വീട്ടിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൊട്ടുന്നു. അതിനെ എഴുന്നേൽപ്പിച്ചു. അത് അഴിയുകയാ, അത് അഴിയുകയാ. ദാ അഴിയുന്നു. അത് പൊട്ടുന്നു. തെറിക്കുന്നു. അത് ദാണ്ടെ പൊക്കി എടുത്തുകൊണ്ട് വരിക. 3-4 പേർ പൊക്കി എടുത്തുകൊണ്ട് വരിക. വലിയ സൗഖ്യമാണ് മകളുടെ മേൽ അയക്കുന്നത്. യെസ്. നമ്പർ 6. കൊടിയ ദുരാത്മാക്കൾ ഈ കുടുംബത്തിൽ നീ എന്തിനു കയറി? നോക്കണമേ നിങ്ങൾ. ആ ശരീരത്തിൽ നിന്ന് ദുരാത്മാവ് വലിച്ചിഴച്ച് പുറത്തു പോവുകയാണ്. 6 കുടുംബങ്ങളുടെ ഇനിയും സ്വതന്ത്രമാകാനുണ്ട് ഇതിനകത്ത്. ഭ്രാന്തിന്റെ
പേർവഴിയിൽ പെട്ടപ്പെട്ട കുടുംബങ്ങൾ, മാനസിക വിഭ്രാന്തിയുടെ വേരുകൾ പറ്റിയ കുടുംബങ്ങൾ, അമ്മ വഴിയും അപ്പൻ വഴിയും ചങ്ങലക്കിട്ട കേസുകൾ, യേശുവിന്റെ നാമത്തിൽ ചങ്ങലക്കിട്ട കേസുകൾ സൗഖ്യമാകും. ചങ്ങലക്കിട്ട കേസുകൾ സൗഖ്യമാകും. ചങ്ങലക്കിട്ട കേസുകൾ സൗഖ്യമാകും. കരമടിച്ച് കണ്ണടച്ച് യേശുവിന് മഹത്വം കൊടുത്തു തുടങ്ങി. ആ മകൾ വിടുവിക്കപ്പെട്ടോണ്ടിരിക്കുക. അവളെ വിട്ടാലേ ആ ദുരാത്മാവ് അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഒഴിയട്ടെ, ഒഴിയട്ടെ, ഒഴിയട്ടെ. അതിന്റെ വേരുകൾ പറയട്ടെ. വ്യക്തികളിൽ നിന്ന് പഴിയട്ടെ. ഒഴിഞ്ഞൊഴിഞ്ഞു പോട്ടെ. ആ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. ആ രോഗങ്ങൾ അതിൻ്റെ അകത്ത് സൗഖ്യമാകും. നിത്യരോഗങ്ങൾ, 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 ഒന്നിനു പുറകെ ഒന്നൊന്നായുള്ള രോഗങ്ങൾ, അതിന്റെ വേരുകൾ പറയുന്നു, പറയുന്നു. ആ തല കൈവച്ചിരിക്കുന്ന അമ്മയുടെ മേൽ കൈവച്ചു. അത് വലിയ വിടുതലാ മകളുടെ മേൽ. യെസ്, പലരുടെ മേലും ആ രക്ഷ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വീടുകളിലേക്ക് വെളിച്ചം അടിക്കുന്നു. അങ്ങനെ പറയാൻ യേശു പറയുന്നു. ഇവരുടെ വീട്ടിലേക്ക് വലിയ സമാധാനം കയറുന്നു. അവരെ പിടിച്ചോണം, അവരെ പിടിച്ചോണം. വലിയ ദൈവശക്തി അവരുടെ വീട്ടിലേക്ക് കയറുന്ന ഞാൻ കാണുന്നു. അലറി നിലവിളിച്ച് വർഷങ്ങൾ പഴക്കം ചെല്ലുന്ന രോഗാത്മാക്കൾ ഇറങ്ങുന്നു. ഇവരുടെ വീട്ടിലെ രക്ഷ വന്ന് അടിക്കുന്നു. പലരുടെ മേലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കരമടിച്ച് യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തെറിക്കും, തെറിക്കും. അതിനെ പിടിച്ചോണം. ആ സമീപത്ത് നിൽക്കുന്നവർ ഓടി മാറിക്കോണം. തെറിക്കും. ആ കുടുംബത്തിലേക്ക് വിടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ മകൾ ഇത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അത് അഴിയുന്നു. റമേൽ അഴിയുന്നു. അത് അഴിയുന്നു. അത് ഇതാ ഈ വീട്ടിൽ നിന്ന് ശാപം പൊട്ടുന്നു. മുഴുഭ്രാന്തൻ സൗഖ്യമാകുന്നു. ആടി അഴിയുന്നു. സഹോദരങ്ങൾ വേഗത്തിൽ എടുക്കുക. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, ദാസനായ യേശുവിന്റെ ശക്തി. ഇവളോട് ചോദിച്ചാൽ ഇവൾ നിങ്ങളോട് പറയും. അഴിയുക. ആ മകന്റെ മേൽ നിന്ന് അത് അഴിയുക. ഈ മകനെ യേശു രക്ഷിക്കാൻ പോവാ. ഇദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള ആരാ ഉള്ളേ? ഇദ്ദേഹത്തിന്റെ കൂടെ ആരാ വന്നിട്ടുള്ളേ? ഇദ്ദേഹത്തിന്റെ കൂടെ ആരാ വന്നിട്ടുള്ളേ? വേറെ അറിയുന്നതാണോ ഇയാളെ? അറിയുന്ന? എത്ര വർഷമായി ഈ വിഭ്രാന്തി ആരംഭിച്ചിട്ട്? നിങ്ങൾ അറിയുന്ന സമയം പോലെ ഉണ്ടോ? ഈ വീട്ടിലേക്ക് കർത്താവിന്റെ രക്ഷ കയറുകയാണ്. ഇത് നാടറിയുന്ന സൗഖ്യമാണ്. നിങ്ങൾക്കറിയാവുന്ന ഈ വിഷയം അല്ലേ? നിങ്ങൾക്കറിയാവുന്ന ഇത്. ഈ സമയത്ത് മകനെ കർത്താവ് വിടുവിക്കുക. ശാപമേ, ഇവൻ ഭ്രാന്തനായി ഊരി ചുറ്റാനുള്ളവനല്ല. രക്ഷ. രക്ഷ പ്രസിദ്ധമാകും. കർത്താവിന്റെ രക്ഷ ഇരുന്നോ.
കർത്താവിന്റെ രക്ഷയും അങ്ങനെ മേൽ പ്രസിദ്ധമാകും. അഴിയുക, ഇറങ്ങിപ്പോവുക, വിട്ടുപോവുക. Get out. ഇയാൾക്ക് നെഞ്ചിനകത്ത് തന്നെ പ്രയാസമുള്ള, ഇയാൾക്ക് നെഞ്ചിനകത്ത് തന്നെ പ്രയാസമുള്ള. ഇന്നലെ രാത്രിയും നെഞ്ചുവേനയൊക്കെ വന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ അപ്പനായത് ഇന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇരിഞ്ഞ് വരാൻ പറഞ്ഞു. ആ മകൻ രക്ഷപ്പെട്ടു. കരമടിച്ചോ യേശുവിന്റെ മഹത്വം. 3-4 കുടുംബങ്ങളുടെ ഭയങ്കര കർത്താവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുന്നു. 3-4 കുടുംബങ്ങളും കൂടെ ഇന്നിവിടെ സ്വതന്ത്രമാകുന്നുണ്ട്. ഇപ്പം ആ മകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. നീ യേശുവിന്റെ നാമം വിളിച്ചോ, നിന്റെ വീട്ടിലേക്ക് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ആ യേശുവിന്റെ നാമം നീ വിളിച്ചോ. ആ 2 പേരുടെ മേൽ, അതിനപ്പുറത്തിരിക്കുന്ന ആ മകളുടെ മേലും, അവരുടെ 2 പേരുടെ മേലും യേശുവിന്റെ ശക്തി അടിച്ചോണ്ടിരിക്കുന്നു. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തേ. കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. സാത്താന്റെ തടവറയിൽ നിന്ന് കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. പിശാചിന്റെ തടവറയിൽ നിന്ന്, സാത്താന്റെ ഉപദ്രവത്തിന്റെ കീഴിൽ നിന്ന് കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, രക്ഷപ്പെടട്ടെ. ആരാണ് അമ്മയും മകളും? ആരാണ് അമ്മയും മകളും? ഒരമ്മയും കുഞ്ഞും ഇവിടെ വന്നിട്ടുണ്ട്, ഒരമ്മയും മകളും ഇവിടെ വന്നിട്ടുണ്ട്. പ്രായമുള്ള അമ്മയ്ക്കും മകൾക്കും. മകൾക്ക് ഇപ്പൊ ഡിപ്രഷനിൽ ആരംഭിച്ചിരിക്കുന്നു, അമ്മയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് അത് ആരംഭിച്ചിരിക്കുന്നു. 2 പേരും ഇപ്പൊ സൗഖ്യമാവുക. അതങ്ങനെ തന്നെ കർത്താവ് എടുത്തു പറയാൻ എഴുന്നേൽപ്പിച്ചോ മകനെ. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ സാക്ഷി നിങ്ങളൊന്ന് കേൾക്കണമേ. ഹല്ലേലൂയ. എന്താ അച്ഛാ എന്റെ പേര്? ശേഖരൻ. ഹല്ലേലൂയ. ജീസസ്. മനസ്സിനെ ഇങ്ങനെ സാത്താൻ മൂടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? മനസ്സിനെ സാത്താൻ ഇങ്ങനെ മൂടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1989 തലയ്ക്ക് സുഖമില്ലാതെ ചങ്ങലേക്ക് കെട്ടിയിട്ടെന്ന് 1989. കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്ത്. ഞാൻ വ്യക്തമായിട്ട് കണ്ടു ബ്രദറെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഞാൻ നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടുന്നാ വരുന്ന മീറ്റിങ്ങിന്? ഇന്ന് ആദ്യമായിട്ടാ ഇവിടെ മീറ്റിങ്ങിന് വരുന്നേ? ആദ്യമായിട്ടാ വരുന്നത്? കാട്ടാക്കട വന്നിട്ടുണ്ട്. എന്റെ യേശുവേ, ഈ കുടുംബത്തിനായിട്ടൊന്ന് കരമടിച്ചോ യേശുവിനെ മാത്രം. ഇനിയുണ്ട് 3-4 കുടുംബങ്ങൾ ഇനിയും രക്ഷപ്പെടാനുണ്ട്. ജീസസ്. അതിനിടയിൽ ഇരിക്കുന്ന ആ മകളെ കണ്ടോ? ആ മകളെ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിന് ഇപ്പുറത്തിരിക്കുന്ന ആ മകളെ കണ്ടോ? മകളെ, നിന്റെ വീട്ടിൽ നിന്ന് ആ ശാപം പൊട്ടുവാ. പൊളിയുന്നു. നിങ്ങൾ കാണാതെ ഇളകുന്ന നിങ്ങളത്. യേശു അവരെ വിടുവിക്കുന്ന കണ്ടേ. ആഴിയട്ടെ. സാത്താന്യ തടവറ പൊട്ടട്ടെ. എടാ കള്ള പിശാചേ, നിനക്ക് ബന്ധിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങളുടെ കർത്താവിനെ അഴിക്കാൻ അറിയാടാ. കരമടിച്ചൊന്ന് യേശുനാഥനെ സ്തുതിച്ചേ, പ്രകീർത്തിച്ചേ, ആ നാമത്തെ മഹത്വപ്പെടുത്തി. ഇനിയുണ്ട് 2 കുടുംബം. ആ ഭാഗ്യം വന്നവർ ഇനി ഇവിടെ ഇരിപ്പുണ്ട്. 2 കുടുംബം. ഇപ്പൊ കണ്ടോണം, അതിന്റെ അകത്ത് നിളകും. മന്ത്രവാദത്തിന്റെ വേരിൽ കുടുങ്ങിയ ഒരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്.
അവള് രക്ഷപ്പെട്ടു. അവള് രക്ഷപ്പെട്ടു. ഈ മോന്റെ മേൽ തല കൈവച്ച മോനെ, അവനെ കർത്താവ് സൗഖ്യമാക്കുക. അവനത് കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ജനറേഷനിലേക്ക് അത് വന്നിട്ടുണ്ട്. ഈ ആരാധന 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 സ്തുതി എന്നും യേശുവിന് ആരാധന. ആ മകന്റെ മേൽ നിന്ന് അഴിഞ്ഞോണ്ടിരിക്കുന്നു. ആരാധന ആരാധന കരമടിച്ചത് പാടിക്കേ. ആരാധന 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 സ്തുതി എന്നും അവന്. യേശുവേ 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 രാജാവേ രാജാവേ യേശുവേ 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 രാജാവേ യേശുവേ 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 രാജാവേ യേശുവേ ആ രാജാവേ രാജാതി രാജാവേ യേശുവേ രാജാവേ രാജാതി രാജാവേ യേശുവേ. വന്നേ വന്നേ, ഇതാരാ? ഇതാരാ ഇത്? നിങ്ങൾ ടീച്ചറാ, പഠിപ്പിക്കുന്ന കുട്ടിയാ? ഈ കുട്ടി അബ്നോർമൽ ആണോ? ഈ കുട്ടി അബ്നോർമൽ ആണോ? ഈ കുട്ടി അബ്നോർമലാ. 2 വർഷം കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അവര് ഹിന്ദു പാരമ്പര്യ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആയി കുഞ്ഞിനല്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ കൈൻഡ് ഓഫ് ഓട്ടിസം അല്ലേ? അതെ. ആ മകളുടെ ആ അമ്മയുടെ അവളുടെ സൗഖ്യം ഏറ്റവും വലുത്. അവളെ ഇനി വിളിച്ചേ, ഞാൻ അവളോട് പറയാം. ടീച്ചർ പറഞ്ഞിട്ട് അവരിവിടെ വരുന്നേ. മകളെ, നിന്റെ അവസ്ഥ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. ഞാൻ പറയാം, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണോ നീ ഈ മീറ്റിങ്ങിന് വരുന്നേ? ഇവിടെ ഈ കൺവെൻഷൻ തുടങ്ങി മുതലുണ്ട് ഉണ്ട് ഉണ്ട്. എന്റെ മകളെ, ഈ സമയത്ത് നീ ഒന്ന് കേട്ടെ. നീ എന്ന് പറയുന്ന വ്യക്തിയെ മുഴുവനായിട്ട് യേശുവിന്റെ രക്തം കഴുകിയിരിക്കുക. വ്യക്തമായിട്ട് ഞാൻ നിന്റെ 14ാമത്തെ വയസ്സിൽ തുടങ്ങിയത് നിന്റെ പുറകെ നടന്നുള്ള സാത്താന്യ ആക്രമണം. അത് വന്ന് 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 നിന്റെ കഴുത്ത് മുറിച്ചു. നിന്റെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണേ. കർത്താവ് അത് വെളിപ്പെടുത്തുന്നോണ്ടാ പറയുന്നേ. നാളുകൾക്ക് മുമ്പ് നിന്റെ കഴുത്ത് മുറിച്ച് നിന്റെ ജീവനെ ഇല്ലാതാക്കാൻ ഇന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ സാത്താൻ ശ്രമിച്ചതാ. നിന്നെ അന്ന് യേശു കണ്ടതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതാ. ശരിയല്ലേ ഞാൻ ഈ പറയുന്നേ? കഴുത്തും മുറിച്ച് അതുപോലെ തന്നെയല്ലേ? ചോദിക്കും നിങ്ങൾ അവരോട്. ചരിത്രം കേക്ക്. ഈ കുടുംബത്തിൽ നിന്ന് വന്ന രക്ഷ എന്താ നിങ്ങൾ അറിയാ? ബ്രദറെ, ഈ മകള് 4.5 കൊല്ലമായി എരിവും പുളിയുമുള്ള യാതൊന്നും ഇവളുടെ ഉദരത്തിൽ ചെല്ലത്തില്ല. ചെന്നാലുടനെ ഉദരം പുകയുക അല്ലേ? തന്നെയാണ്. വേറെ വല്ലവരും കൂട്ടിക്കൊണ്ട് നിർത്താം. നിന്നെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കാം മകളെ. നിന്റെ വീട്ടിൽ ടീച്ചർ ഇവരെ പറഞ്ഞു വിട്ടത് നന്നായി. അവരുടെ വീട്ടിൽ രക്ഷ വന്നല്ലോ. ടീച്ചറിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. ആറ് കുട്ടികളുണ്ട് ഇതുപോലെ. ഒന്ന് മുസ്ലിം കുട്ടിയാണ്. അവരും കൺവെൻഷനൊക്കെ. ഇവിടെ ജാതിയില്ല, ഇവിടെ മതമില്ല. യേശു ക്രിസ്ത്യാനികളുടെ ദേവനല്ല. യേശു ആരുടെയോ കുത്തകയല്ല. വിശ്വസിക്കുന്ന ആർക്കും യേശു അത്ഭുതമാ, അടയാളമാ. ഇവിടെ കുലമോ വർഗമോ ഒന്നും ചോദിച്ചിട്ടല്ല, ഉച്ചനീചത്വങ്ങളൊന്നും കണ്ടിട്ടല്ല യേശു അത്ഭുതം ചെയ്യുന്നത്. നിന്റെ വർഗവും പേരും വീട്ടുപേരും ഒന്നും യേശുവിന് അറിയണ്ട. മനുഷ്യനാണോ മാനവരാശിക്ക് വേണ്ടി യേശു വന്നേ? മനുഷ്യനാണോ മാനവരാശിക്ക് വേണ്ടി യേശു വന്നേ? 2 ജാതി എനിക്കറിയത്തുള്ളൂ. ഒരു ജാതിയുടെ പേരാണ്,
രണ്ടാമത്തെ ജാതിയുടെ പേര് പെണ്ണ്. ഈ മാനവജാതിക്ക് വേണ്ടിയാ യേശു വന്നേ. ടീച്ചറെ സന്തോഷമായോ? സന്തോഷമായി. ടീച്ചർ കൂട്ടിക്കൊണ്ട് പോണം. ഇനിയുണ്ട് നിർണായകമായ 2 വിടുതലുകൾ. ഇന്ന് വരെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത 2 വിടുതലുകൾ ഇനിയും ഇതിനകത്ത് സംഭവിക്കാനുണ്ട്. ഈ മാനസിക വിഭ്രാന്തിയുടെ വിഷയത്തിൽ ഇപ്പൊ പൊട്ടും കണ്ടോണം. ഇപ്പൊ പൊട്ടും. ഇപ്പൊ അത് അണപൊട്ടി പുറത്തു വരും. അതിനിരിക്കാൻ പറ്റത്തില്ല. കാരണം സമയമായി. ഇനി ആ മകളെ ഉപദ്രവിക്കാൻ പുറത്തു വാ. വേഗം പൊക്കിക്കോ. ആരാധന സ്തുതി എന്നും യേശുവിനെ. അനുഭവിച്ചു. എന്തുമാത്രം അനുഭവിച്ചു. എന്തുമാത്രം അനുഭവിച്ചു എന്ന്. അമ്മ വരൂ. ഈ അമ്മയുടെ ദീനരോധനം കേൾക്കണേ. കൊണ്ടുപോകാൻ ഇനി ഒരു സ്ഥലമില്ലല്ലേ? ഇല്ല. ഇപ്പൊ ജൂലിയിലെ കൊണ്ടുപോയി അവിടെ പോയിട്ട് അതൊന്നും പറയുന്നില്ല. ഈ അമ്മ ഇനി ഈ മകളെ കൊണ്ട് നടക്കാൻ സ്ഥലമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിർണായകമായ ചില വിടുതലുകൾ. നിർണായകമായ ചില. യേശു അമ്മയെ സ്നേഹിക്കുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് കെട്ടുകൾ പൊട്ടുന്നു. നോക്കൂ. അവരെ വിളിക്കൂ. കണ്ണു തുറക്കൂ. എന്നെ നോക്കൂ. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവളുടെ ഭാവിയെ കെട്ടി ജീവിതത്തെ മുടിച്ച സതാനെ ഗെറ്റ് ഔട്ട്. കൃപ ഇറങ്ങുന്ന വീട്ടിലേക്ക്. ഇനിയുണ്ട്. കരവാടിച്ച യേശുവിന് ആരാധന. വിളിച്ചോണ്ട് പോ മോളെ. രക്ഷപ്പെട്ടിരിക്കുന്നവള്. ആരാധന സ്തുതി എന്നും യേശുവിനെ. ആരാധന സ്തുതി എന്നും അവൻ. നോക്കണേ ഇപ്പൊ സംഭവിക്കുന്ന കണ്ടോണം. കർത്താവെ, അവസാനത്തെ വ്യക്തി ഞാനായിരിക്കണമെന്ന് 4 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യും? ആ ലാസ്റ്റ് പേഴ്സൺ ഞാനായിരിക്കണമെന്ന് 4 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 4 പേരും ഇപ്പൊ സ്വതന്ത്രമാവും. ആ 4 പേരും ഇപ്പൊ സ്വതന്ത്രമാവും. കണ്ടോണം. ഈ ആരാധന പാടുമ്പോൾ തന്നെ ഈ കോമ്പൗണ്ടിൽ ആ 4 പേരും സ്വതന്ത്രമാവും. 4 ദിക്കിൽ നിന്നത് അഴിയും. 4 ദിക്കിൽ നിന്നത് പുറത്തു വരും. കണ്ടോണം. 4 ദിക്കിൽ നിന്നത് വരും. ആരാധന സ്തുതി എന്നും അവന്. സഹോദരനെ യേശു തൊടുന്നുണ്ട്. തിരിഞ്ഞു നോക്കണ്ട നിന്നെ തന്നെ. ആരാധന സ്തുതി എന്നും അവന്. ആരാധന സ്തുതി എന്നും അവന്. ആ മകളെ യേശു വിടുവിക്കുന്നുണ്ട്. അവളെ യേശു വിടുവിക്കുന്നുണ്ട്. അവളെ യേശു വിടുവിക്കുന്നുണ്ട്. ആരാധന സ്തുതി എന്നും യേശുവിന്. അതാണ്ട് അഴിയുന്നു. ഒന്ന് പുറകില് അവളുടെ തലമേ കൈവച്ചു.
ആരാധന സ്തുതി എന്നും യേശുവിന് അഴിയുന്നു. ആരാധനൈ 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 സ്തുതി എന്നും ഉമയ്ക്ക് അപ്പച്ചൻ അവിടെ ഇരുന്നേ. ആരാധനൈ ആരാധനൈ അഴിയുക. ആരാധനൈ ഒരു volunteer അങ്ങോട്ട് ചെല്ലുക. 2 ആരാധനൈ ആരാധനൈ ഓ. ആരാധനൈ സ്തുതി എന്നും അവന് അഴിയുക അത്. ആരാധനൈ ആരാധനൈ കോമ്രറാനെ എഴുന്നേൽപ്പിച്ചു. സ്തുതി എന്നും അവന് ഓ, നിങ്ങൾ കണ്ടേ, അത് പുറത്തു വരുന്ന ഒന്ന് കണ്ടേ. ആരാധനയും സ്തുതിയും സ്വത്രങ്ങളും ആത്മാവിൻ സ്വരമായി ഉയർന്നിടുമ്പോൾ എന്താനന്ദം എന്താനന്ദം എന്താനന്ദം. ആ, എന്താനന്ദം കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. എന്താനന്ദം ഊ. എന്താനന്ദം കാണ്. കരമടിച്ച് ആരാധന കൊടുക്കും. ആരാധന 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 സ്തുതി എന്നും അവന്. ആരാധന 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 സ്തുതി എന്നും അവന് ആരാധ്യനായി 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 യേശു എന്നും ഉണ്ടല്ലോ. ആരാധ്യനായി 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 യേശു എന്നും ഉണ്ടല്ലോ. ആരാധ്യനായി ആരാധ്യനായി എന്നും യേശു ഉണ്ടല്ലോ. ഉഗ്രസാധനങ്ങളായി ആരാധ്യനായി ആരാധ്യനായി യേശു എന്നും ഉണ്ടല്ലോ. ആരാധ്യനായി 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 യേശു എന്നും. ആരാധ്യനായി 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 യേശു എന്നുമുണ്ടല്ലോ. രണ്ടെണ്ണപ്പം നോക്കാം. കരമടിച്ച് യേശുവിനെ ആരാധന കൊടുത്തു. യേശു എന്നുമുണ്ടല്ലോ. ഓ, ദൈവശക്തി മകളുടെ മേലടിക്കും. ആരാധ്യനായി യേശു എന്നുമുണ്ടല്ലോ. ആരാധ്യനായി 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 യേശു വന്നിട്ടുണ്ടല്ലോ. 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 അത്ഭുതവാൻ അതിശയവാൻ അതിശയവാനായി വന്നിട്ടുണ്ടല്ലോ. അത്ഭുതവാൻ അതിശയവാൻ അത്ഭുതവാൻ. കൊണ്ടുവരിക അവരെ, കൊണ്ടുവരിക കൊണ്ടുവരിക കൊണ്ടുവരിക. വരിക മകളെ, എത്ര വർഷമായി നീ പിശാചിന്റെ തടവറയിലായിട്ട്? 9 വർഷം. 9 വർഷം. നിങ്ങൾ കേൾക്കണേ അവൾ അനുഭവിച്ചത്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്ന് മാരേജ് ചെയ്ത് വിവാഹം കഴിച്ച് എന്ന് ഇവൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചോ അന്നു മുതൽ ഇവളെ വിടാതെ പിന്തുടരുക. കൃത്യമായി ഇങ്ങോട്ട് നോക്കൂ, കൃത്യമായി പറയൂ. നിങ്ങൾ കഴിച്ച വിവാഹത്തിൻ്റെ ഉറപ്പീര്, ഇവിടെ എന്താ അതിന് പറയുന്നേ, വെഡിങ് ഫിക്സ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് തലയിലൊരു ഖനമായിട്ട് കയറിയതായത് അല്ലേ? അതെ. കറക്റ്റ് ഞാൻ പറഞ്ഞാൽ കൃത്യം ഇവിടെ നിന്ന് സമയം പോലും പറയാം. അന്ന് കൂടിയാലോചിച്ച ആ കൂടിയാലോചന എന്ന് പറഞ്ഞ ഇത് പുറത്ത് കൂടിയാലോചന നടന്ന വിവാഹമല്ല, ഇതകത്ത് കൂടിയാലോചന നടന്ന വിവാഹമാണ്. നിന്റെ ഇഷ്ടത്തിൽ നീ സ്റ്റെപ്പ് വെച്ച വിവാഹമാണ്. ജീസസ് അല്ലേ? അതെ. വെളിപ്പെടുത്തുക, സ്റ്റോറി കംപ്ലീറ്റ് കർത്താവ് തുറക്കുക. നോക്കൂ നോക്കൂ, അന്ന് നിനക്ക് ഓർമ്മയുണ്ട്, കറക്റ്റ് 3 o'clock ഈ മാരേജ് ലൈഫിൽ ഞാൻ പ്രവേശിക്കും എന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ച, ഞാൻ പോകും കൂടെ എന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ച, കൃത്യം സൂചി 12-ലും 3-ലും നിന്ന സമയത്ത് നിന്റെ തലയുടെ ഈ സൈഡിലേക്ക് ഒരു വെട്ടൽ വീണു അല്ലേ? അതെ. അന്ന് മുതൽ നിന്റെ പുറകെ
9 വർഷം ഈ സാധനം ഉണ്ട് ഇല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. പാട്ടുപാടി കരവടിച്ച് വീട്ടിൽ പോമോളെ. യേശു നിന്നെ സൗഖ്യമാക്കി. കരവടിച്ചത് യേശുവിനെ. ആരാധന 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 സ്തുതി എന്നും അവന്